മറുപടിയില്ല മുസ്ലിം ലീഗ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്. PM ശ്രീയിൽ നിന്ന് UDF സർക്കാർ പിന്മാറുക, മതേതരത്വം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI മണ്ണാർക്കാട് മണ്ഡല പ്രചാരണ ജാഥയ്ക്ക് അലനല്ലൂരിൽ സമാപനമായി. SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 10 തീയതി മുതൽ 22 തീയതി വരെ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും PM ശ്രീക്കെതിരെ നടത്തുന്ന പ്രചാരണ ജാഥയുടെ ഭാഗമായി മണ്ണാർക്കാട് മണ്ഡലത്തിലെ ജാഥയ്ക്ക് തച്ചനാട്ടുകരയിൽ നിന്നാണ് തുടക്കമായത്. വൈകിട്ട് അലനല്ലൂരിൽ സമാപനവുമായി. സമാപന പരിപാടി SDPI ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് പുതുനഗരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകളെ അട്ടിമറിച്ചും ഇതര പാർട്ടികളിലെ നേതാക്കന്മാരെ അന്വേഷണ ഏജൻസികളെ കൊണ്ടും മറ്റ് നിയമ സംവിധാനങ്ങളെ കൊണ്ടും ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തിയും തെരഞ്ഞെടുപ്പുകളെ കോർപ്പറേറ്റിന്റെ പണക്കൊഴുപ്പ് കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കിയും രാജ്യത്തിന്റെ ഭരണം ഏകദേശം 10-11 വർഷത്തോളമായി സംഘപരിവാറിന്റെ കയ്യിൽ അമർന്നിരിക്കുകയാണ്. ഒരു രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ വെറും ഒരു 3 MLA-മാരെ വെച്ചുകൊണ്ട് ഒരു സർക്കാരിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പൂർവികരായ ഉത്തരവാദിത്വം ഇന്ത്യ രാജ്യത്ത് ആഘോഷിക്കാൻ ഇവിടുത്തെ ദളിത് മത ന്യൂനപക്ഷ വിശിഷ്ട മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അവകാശമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പൂർവികൾ രക്തം കൊടുത്തും ജീവൻ കൊടുത്തും വാങ്ങിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ തയ്യാറായി. മാത്രവുമല്ല, പ്രിയപ്പെട്ട ശംസുദ്ദീനോട് പറയുവാനുള്ളത്, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ലക്ഷക്കണക്കിന് കേഡർമാരുള്ള RSS-നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി SDPI-യുടെ പ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കന്മാർ തുനിഞ്ഞെടുത്ത് ഇന്ത്യ രാജ്യത്ത് RSS-നെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കട്ടുതെറ്റി കൈയെടുത്ത് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി പ്രതിജ്ഞ ചെയ്ത ഈ പ്രവർത്തകരെ നിങ്ങളുടെ ഈ കേരളത്തിന്റെ മലബാറിൽ മാത്രമല്ല ഈ മുസ്ലിം ലീഗ് ഓലപ്പാമ്പ് വിട്ട് പേടിപ്പിക്കാൻ തുനിയരുതേ എന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത്. ജില്ലാ കമ്മിറ്റി അംഗം ഷഹീർ ചാലിപ്പുറം വിഷയാവതരണം നടത്തി. PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതി ഇത് ഇന്ത്യയിലെ വരുന്ന തലമുറയിലെ വിദ്യാർത്ഥികളുടെ പുരോഗമനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇതൊരു RSS അജണ്ടയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുണ്ടായ കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2020-ലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ NEP നടപ്പിലാക്കാൻ വിസമ്മതിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് വാരിയത്തോടി നന്ദി പ്രസംഗം നടത്തി. കഴിഞ്ഞിട്ട് കാഞ്ഞിരമ്പാറ വരെയുള്ള അതിർത്തിയാണ് താങ്കളുടെ നിയോജക മണ്ഡലത്തിന്റെ ബൗണ്ടറി എന്നും ഈ റോഡിന്റെ ബൗണ്ടറി അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡുകൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ പണി കഴിപ്പിക്കണം എന്നുള്ളതുമാണ് അലനല്ലൂർ പഞ്ചായത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ചെറിയ ഒരു ഉപദേശം കൂടി, താങ്കളുടെ അത്രയൊന്നും വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ല എന്നുള്ളത് കൊണ്ടും എങ്കിലും തിരുത്തേണ്ട വിഷയങ്ങൾ തിരുത്താനുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് എന്നുള്ളതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കാനുള്ളത്,
ബ്രിട്ടീഷുകാരുടെ പടയോട്ട കാലങ്ങളിൽ മഹാനായ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള 4 അടി വീതിയുള്ള കുതിരവണ്ടിക്ക് സവാരി നടത്താൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ റോഡിന്റെ ഇന്നത്തെ വീതി എന്ന് പറയുന്നത് താങ്കളുടെ കൃത്യമായ രീതിയിലുള്ള പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ റോഡിന്റെ വീതി താങ്കൾ ചുരുക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ മര്യാദ എന്നുള്ള രീതിയിൽ താങ്കൾ ഡ്രെയിനേജ് എങ്കിലും സ്ഥാപിക്കുന്നത് റോഡിന്റെ വശങ്ങളിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ ഇതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഇനി വരുന്ന തലമുറകൾക്ക് മിക്കവാറും റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നിലേറെ വാഹനങ്ങൾ ഒരു വീട്ടിലുള്ള ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ താങ്കൾ ചുരുക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാത്രം അതോടൊപ്പം തന്നെ അലനല്ലൂർ കൂമഞ്ചിറ റോഡ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ അതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നിങ്ങളടുത്ത് സൂചിപ്പിക്കാനുള്ളത് അതിൽ നിങ്ങളുടെ കയ്യാളായിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അതിലൊരു വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് അതിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലനല്ലൂർ പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും പ്രകടനമായാണ് ആശുപത്രി പടിയിലെ സമാപന വേദിയിലേക്ക് പ്രചാരണ ജാഥ എത്തിയത്. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്ഡിപിഐ സിന്ദാബാദ് എസ്ഡിപിഐ സിന്ദാബാദ് എസ്ഡിപിഐ സിന്ദാബാദ് എസ്ഡിപിഐ സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്. ഈ ഓണം കളറോണം. ഓണാഘോഷങ്ങൾക്കൊരുങ്ങി മണ്ണാർക്കാട് വസന്തം വെഡിംഗ് കാസൽ. ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിവാഹ ആഘോഷങ്ങളെയും മറ്റാഘോഷ മുഹൂർത്തങ്ങളെയും അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും മികച്ച വസ്ത്രവിസ്മയങ്ങൾ. ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ചുരിദാർ ആൻഡ് ചുരിദാർ മെറ്റീരിയലുകൾ. ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടീനേജ് പ്രീമിയം വെസ്റ്റേൺ കളക്ഷനുകളുമായി ഇസാക്കി ഫാഷൻ സെക്ഷൻ. ലേറ്റസ്റ്റ് ട്രെൻഡ് ജെന്റ്സ് വെയർ കളക്ഷൻസ്. കുരുന്ന സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കിഡ്സ് വെയർ സെക്ഷൻ. കളറായി ആഘോഷിക്കാൻ വരൂ വസന്തത്തിലേക്ക്. വസന്തം വെഡിംഗ് കാസൽ, ഓപ്പോസിറ്റ് മൈ ജി ഫ്യൂച്ചർ, മണ്ണാർക്കാട്. വസന്തം വെഡിംഗ് കാസലിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.